നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ PSG-യും FC ബാഴ്സലോണയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ആദ്യ പാദ മത്സരത്തിൽ ബാഴ്സയ്ക്ക് വിജയം നേടാൻ കഴിഞ്ഞിരുന്നു. 2-3 ഗോളുകൾക്കായിരുന്നു അവർ PSG-യെ പരാജയപ്പെടുത്തിയത്. പക്ഷേ രണ്ടാം പാദത്തിൽ അവർക്ക് സർവ്വതും നഷ്ടമാവുകയായിരുന്നു. 1-4 ഗോളുകൾക്കാണ് PSG-യോട് ബാഴ്സ പരാജയപ്പെട്ടത്. അതിൻ്റെ ഫലമായിക്കൊണ്ടവർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുകയും ചെയ്തിരുന്നു. മുൻപ് ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുള്ള, അവരെ പരിശീലിപ്പിച്ചിട്ടുള്ള പരിശീലകനാണ് ലൂയിസ് എൻറിക്കെ. അദ്ദേഹമായിരുന്നു അന്ന് PSG-യെ പരിശീലിപ്പിച്ചിരുന്നത്. പക്ഷേ ബാഴ്സയെ നേരിട്ടത് വളരെ ഹൊറിബിളായ ഒരു അവസ്ഥയായിരുന്നു എന്ന് ഇപ്പോൾ എൻറിക്കെ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സക്കെതിരെ ഫൈനൽ കളിക്കേണ്ടി വന്നാൽ അത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണെന്നും എൻറിക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ബാഴ്സക്കെതിരെയുള്ള ആ മത്സരം വളരെ ഹൊറിബിളായിരുന്നു, വളരെ ഇമോഷണലായിരുന്നു. അത് ഒരു താരം എന്ന നിലയിലും ഒരു പരിശീലകൻ എന്ന നിലയിലും എനിക്ക് എല്ലാം നൽകിയ ക്ലബ്ബ് അത് FC ബാഴ്സലോണയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും അത് വളരെ ഹൊറിബിളായിരുന്നു. ഇനി ബാഴ്സക്കെതിരെ ഒരു ഫൈനൽ മത്സരം കളിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. അതൊരു ഷുഗർ ക്യൂബ് പോലെയാണ്. ഒരിക്കലും ബാഴ്സക്കെതിരെ കളിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇതാണ് PSG-യുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതായത് താൻ അത്രയേറെ ഇഷ്ടപ്പെടുന്ന ക്ലബ്ബാണ് ബാഴ്സ. അവരെ തോൽപ്പിച്ചത് ഒരേ സമയം സന്തോഷവും സങ്കടവും നൽകുന്ന ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ മികച്ച പ്രകടനം PSG-ക്ക് പുറത്തെടുക്കാൻ ഫ്രഞ്ച് ലീഗിൽ കഴിയുന്നുണ്ട്. 1-ാം സ്ഥാനത്ത് തുടരുന്നത് PSG തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.